ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നല്ലൊരു ലെഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. കുക്കറിലോട്ട് കഴുകി വൃത്തിയാക്കിയ ലെഗോൺ ചിക്കൻ, അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 6 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട റൈസ് റെഡിയാക്കി എടുക്കാം. ഒരു പാത്രത്തിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് നെയ്യ്, അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് അതിലോട്ട് കുറച്ച് സവാളയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിലോട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി അതിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാനൊരു 3.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 6.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച്. ഒരു 1/2 ഗ്ലാസ് കുറവ് മതി കേട്ടോ. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങ നീര്, പിന്നെ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിന് കുറച്ച് സ്റ്റോക്കും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം. ആ സ്റ്റോക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ റൈസിന്. അതിനുശേഷം നമുക്ക് അതിന് വേണ്ട മസാല ഉണ്ടാക്കാം. ഒരു പാത്രം വെച്ച് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് സവാള ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഉള്ളി നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം മാറ്റിയെടുക്കണം കേട്ടോ. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് തക്കാളി ചേർക്കുക. തക്കാളി ചേർത്തിട്ട് സിമ്മിലിട്ടിട്ട് കുറച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ തക്കാളി. അപ്പോഴേ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതിലോട്ട് കുറച്ച് തൈര്, പുളി കുറഞ്ഞ തൈര് വേണേ, കുറച്ച് നാരങ്ങ നീര്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിനയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചിക്കനിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ കയറുക. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ച റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് സിമ്മിലിട്ട് വെക്കുക കേട്ടോ. ദമ്മിട്ട് ഈ ചിക്കൻ ബിരിയാണി ഉണ്ടോ ഇതുപോലെ ആയി വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.